ബന്ധകർമ്മങ്ങളാമം ചിന്തിക്കുന്നില്ല എന്തിനിവിടെ ജഗത്തിന്റെ സമ്മത പുരാണങ്ങളോ ആരംഭിക്കണം. കൃഷ്ണ KDS 54 ക്ഷേത്രം ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രം പാലച്ചോട് കാവ് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങൾ രണ്ടുപേരും രാജീവ് പേര്. ഈ വർഷത്തെ നമ്മുടെ അമ്പലത്തിലെ തിരുവുത്സവം ഏപ്രിൽ 23 കല്ലമ്പള്ളി ബ്രഹ്മശ്രീ വാമനൻ നമ്പൂതിരി തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി വിഷ്ണുപ്രസാദ് സാമ്പിക്കലിൻ്റെയും കാർമ്മികത്തിൽ കൊടിയേറി മെയ് 2 ആറാട്ടുകടവിൽ ആറാട്ടോടി സമാപിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി നടക്കുന്ന സപ്താഹയജ്ഞവും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സപ്താഹം ഇന്നും നടക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്തുന്നതിൽ ദേവിയുടെ അനുഗ്രഹം പ്രസിഡന്റ് എന്നുള്ള എനിക്കും സെക്രട്ടറി എന്നുള്ള രാജീവനും, ഞങ്ങൾ രണ്ടും രാജീവൻ കിട്ടി ദേവിയുടെ അനുഗ്രഹം. സംബന്ധിച്ചുള്ള ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഭക്തജനങ്ങളുടെ നല്ല അപൂർവമായ സഹകരണം നമ്മുടെ ക്ഷേത്രോത്സവത്തിന് വരുന്നു. അതിൻ്റെ കാരണം ഇത് വനദുർഗ സങ്കല്പമുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് പണ്ടൊരു കാവായിരുന്നു. പിന്നീട് ഒരിക്കൽ പ്രശ്നവിധിയിൽ തെളിയുന്നത് ഇത് വനദുർഗയാണ് സങ്കല്പം, അത് പ്രകാരം പ്രതിഷ്ഠ സ്ഥാപിക്കണം. അങ്ങനെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വനദുർഗയെ സങ്കല്പിച്ച് പ്രതിഷ്ഠ സ്ഥാപിച്ച് കഴിഞ്ഞ് നടക്കുന്ന 5ാം ഉത്സവമാണ്. അന്ന് മുതൽ ഞാനും എൻ്റെ കൂടെയുള്ള സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങളെ പഴയ
അന്ന് തൊട്ട് ഉത്സവം നടത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ 5 തവണയും സപ്താഹം നടത്താൻ കഴിഞ്ഞു. ഇത് പറ്റിയത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ദേവി വനദുർഗ സങ്കല്പമായതുകൊണ്ട് ഒരുപാട് ദേശത്തു നിന്നും പലരും വന്ന് ഇവിടെ അവരുടെ വിശ്വാസപ്രകാരമുള്ള അർച്ചനകൾ നടത്താറുണ്ട്. ആ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഉത്സവം ഇങ്ങനെ കടന്നു പോകുന്നത്. അത് ഞാനും പിന്നെ അറിഞ്ഞത് നമ്മുടെ ഈ വിഗ്രഹം തന്നെ എല്ലാ ദിവസവും വർഷത്തിൽ 365 ദിവസവും വെയിലും മഴയും കൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ വനദുർഗ പ്രതിഷ്ഠയുടെ വെച്ചിരിക്കുന്നത്. മേൽക്കൂരയില്ല. ഞാനും അടുത്ത പിന്നീട് അറിയുന്നത് ആ സങ്കല്പം ഏകദേശം നമ്മുടെ ജില്ലയിൽ 2 ഇടത്തുള്ളതാണ് ഞാൻ അറിയുന്നത്. വനദുർഗ സങ്കല്പമുള്ളൊരു ക്ഷേത്രം നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് അത് പ്രകാരമുള്ള വിശ്വാസം പ്രകാരം ഭക്തജനങ്ങൾ വരുന്ന ഒരുപാട് അർപ്പണങ്ങൾ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ഷേത്രം ഇങ്ങനെ പോകുന്നത്. തുടർന്നും അങ്ങോട്ട് ഭക്തജനങ്ങളുടെ എല്ലാ സഹകരണം വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ.